പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 6-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അനന്തമായ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും സന്തോഷവും നന്മയും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്നും സർവശക്തനായ ദൈവം ധാരാളമായി പ്രദാനം ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാം വചനം. ഹീബ്രൂസ് ചാപ്റ്റർ 6 വേഴ്സ് 11 നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖന കർത്താവ് ആരെ എന്നുള്ളത് ഇന്നും ക്രൈസ്തവ ലോകത്ത് ചർച്ചാ വിഷയവും അതിലുമുപരിയായി തർക്ക വിഷയവുമാണ്. ഭൂരിഭാഗം ദൈവമക്കളും പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ് എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. എഴുത്തുകാരൻ ആരായിരുന്നാലും തർക്ക വിഷയം എത്ര തന്നെ ആയിരുന്നാലും ലേഖനം വളരെ ശക്തവും യേശുക്രിസ്തുവിനെ വളരെ വ്യക്തമായി വരച്ച് കാട്ടുന്നതുമാണ്. 6-ാം അധ്യായം മറ്റുള്ള അധ്യായങ്ങളെക്കാൾ വ്യത്യസ്തമായ സമീപനം പുലർത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എല്ലാ ക്രൈസ്തവ സഭകളും, പ്രത്യേക ഇന്നത്തെ നൂതന ആത്മീയ പ്രബുദ്ധർ എന്ന് പറയപ്പെടുന്ന സഭകൾ ഈ 6-ാം അധ്യായം വളരെ വ്യക്തമായി പ്രാർത്ഥനയോടെ ഇരുന്ന് പഠിക്കണം. കാരണം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തിയിലോട്ട് എത്തുവാൻ, കടക്കുവാൻ, പ്രവേശിക്കുവാൻ നമ്മെ സമ്മതിക്കാതെ പിന്നെയും ആദ്യ പാഠങ്ങളിൽ ഇട്ട് മനുഷ്യനെ കുഴയ്ക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. 6-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, കൈവെപ്പ്, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, പുനരുദ്ധാനം എന്നിങ്ങനെ എന്തൊക്കെ ക്രിസ്തീയ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ആദ്യ പാഠമായി മനസ്സിലാക്കേണ്ടതുണ്ടോ ഇപ്പോഴും നമ്മൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ തന്നെയാണ്. ഇത് തന്നെ പഠിപ്പിച്ചും കേട്ടും നമ്മളെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാണ്ട് കൺഫ്യൂസ് ചെയ്ത് അവരവരുടെ പൂണി നിറയ്ക്കുക മാത്രമാണ്. വചനം പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ ഇതൊക്കെ എന്നേ വിട്ടുകളയണം. എന്നിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തിയിൽ എത്തേണ്ട കാലം കഴിഞ്ഞു. നമ്മൾ ഇറങ്ങിയ കണക്ക് നോക്കിയാൽ നമ്മൾ എന്നേ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാണ്. പക്ഷെ ഇപ്പോഴും നല്ലായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ ഒട്ടും അറിയത്തില്ല. ഒന്ന് സാക്ഷി പറയാൻ അറിയത്തില്ല. സാഹചര്യം അനുസരിച്ച് ഒരു പാട്ട് സെലക്ട് ചെയ്ത് പാടാൻ അറിയത്തില്ല. അവസരോചിതമായി ആത്മീയ ശുശ്രൂഷകളിൽ നമുക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല. നമുക്ക് ആകെ അറിയാവുന്നത് പഠിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥന, അത് സ്വിച്ചിട്ട് ഫാൻ ഓൺ ചെയ്യുന്നത് പോലെ മരണ വീട്ടിൽ പോയാലും, കല്യാണ വീട്ടിൽ പോയാലും, വിരുന്ന് വീട്ടിൽ പോയാലും, രോഗികളുടെ അടുത്ത് പോയാലും, പള്ളിയിൽ പോയാലും, കൂട്ടായ്മയ്ക്ക് പോയാലും ഈ ഒരെണ്ണം തുടങ്ങും, അവസാനിക്കും. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതല്ലാതെ ശരിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും നമുക്കറിയത്തില്ല. നമ്മളെ ഇതൊന്നും ആരും പഠിപ്പിക്കുന്നില്ല.
അവർക്കൊന്നും ഇതിനും അല്ല സമയം. സഭാ നേതൃത്വം വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്, വർഷാവർഷം വാർഷിക റിപ്പോർട്ടൊക്കെ ഇറക്കുന്നുണ്ട്, വലിയ വലിയ ആത്മീയ ശുശ്രൂഷകൾ നേതൃത്വം ചെയ്യുന്നുണ്ട്, 6 മാസം 1 വർഷം നീണ്ടു നിൽക്കുന്ന വലിയ വലിയ പരിപാടികളൊക്കെ സഭയിൽ നടത്തുന്നുണ്ട്. പക്ഷേ സഭാജനമായ ഒരു വിശ്വാസിക്ക് ആത്യന്തികമായും പ്രാഥമികമായും വേണ്ട കാര്യങ്ങൾ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇത് പിന്നെ എവിടെ നിന്ന് പഠിക്കും? ഇതിന് ഇന്നത്തെ സഭകൾ ശ്രമിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലോട്ട് വരുമ്പോൾ പറയുകയാണ്, എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനെയാണ് വാഞ്ചിക്കേണ്ടത്? വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ പൂർത്തി നിങ്ങൾ പ്രാപിക്കണം. എന്താണ് ക്രിസ്തീയ പ്രത്യാശ? ക്രിസ്തീയ പ്രത്യാശ ഒറ്റയൊന്നേ ഉള്ളൂ. എന്റെ രക്ഷകരും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തു എന്നെ ചേർക്കുവാൻ രണ്ടാമതും വരും. ആ വരവെങ്കിൽ കാത്തിരിക്കുന്ന പുതിയ നിയമ മണവാട്ടി സഭയുടെ അംഗമായ ഞാൻ നിശ്ചയമായും എടുക്കപ്പെടും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയിൽ നമ്മൾ എത്തണം. നമ്മളോട് കൂടുന്നവരെ നാം എത്തിക്കണം. അല്ലാത്തതൊക്കെ വെറും മൗഢ്യമാണ്. കാരണം ഒരു വിശ്വാസിയുടെ ആത്യന്തികമായ ലക്ഷ്യം പ്രാണപ്രിയനായ കർത്താവിനോടുകൂടെ ചേരുക എന്നുള്ളതാണ്. അതാണ് ക്രിസ്തീയ പ്രത്യാശ. അതിന്റെ പൂർണ്ണത പ്രാപിക്കാതെ നമ്മൾ ഇനി ഈ ലോകത്തിൽ ഏത് സഭയുടെ അംഗമാണേലും എന്തെല്ലാം ചെയ്താലും, അത് ചാരിറ്റി പ്രവർത്തനമായിക്കൊള്ളട്ടെ, സുവിശേഷ വേല ആയിക്കൊള്ളട്ടെ, സഭാ ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, കൂട്ടായ്മ ആയിക്കൊള്ളട്ടെ, പ്രവചനമായിക്കൊള്ളട്ടെ, ഏതെല്ലാം വിധത്തിലുള്ള ആത്മീയ ശുശ്രൂഷകൾ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും കൂട്ടായ്മയിലും പരസ്യയോഗം ഒക്കെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണം പ്രാപിക്കും എന്നുള്ള ഉറപ്പ് എനിക്കും നിങ്ങൾക്കും ഇല്ല എങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം പൗലോസിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അവസാന നാളിൽ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകും. യെസ്, ഈ ഒരു വലിയ ചിന്ത നമ്മെ ഭരിക്കണം. നമ്മുടെ ചിന്ത എന്താ? നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭവനം, എന്റെ നിലനിൽപ്പ്, എന്റെ ആരോഗ്യം, എന്റെ പണം, എന്റെ ആവശ്യങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവർക്കൊന്നും സംഭവിക്കരുത്. അവരെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ആരും മരിക്കരുത്. എപ്പോഴും ആരോഗ്യത്തോടിരിക്കണം. ആർക്കും വിഷമം വരാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലും എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഇതിനാണോ പ്രിയമുള്ളവരെ സ്വർഗത്തിലെ ദൈവം തന്റെ ഓമന കുമാരനെ കാൽവരി കൊലക്കളത്തിൽ യാഗമാക്കിയത്? നമ്മൾ സുഖമായിട്ടിരിക്കാനാണോ? നമ്മൾ എപ്പോഴും സൗഖ്യമായിട്ടിരിക്കാനാണോ? നമ്മുടെ വയറെപ്പോഴും നിറഞ്ഞിരിക്കാനാണോ? നമ്മുടെ കാര്യങ്ങളെല്ലാം എപ്പോഴും ഓക്കെ ആയിട്ടിരിക്കാനാണോ കർത്താവ് കാൽവറിയിൽ യാഗമായത്? ഇതേത് സുവിശേഷമോ? ഇതേത് വേദപുസ്തകമോ? ഇതൊക്കെ വേദപുസ്തക വിരുദ്ധമാണ് എന്ന് സത്യസന്ധമായി വേദപുസ്തകം വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും കർത്താവിൽ വിശ്വസിക്കുന്നവർക്കും ബോധ്യമാകും. ഒരു മനുഷ്യ ജീവിതം ഇവയെല്ലാം നിറഞ്ഞതാണ്. എബ്രായ ലേഖനം തന്നെ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ എന്ന് പറയുന്നത് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമുക്കുള്ളത്. യെസ്, ഈ മനുഷ്യ ജീവിതത്തിൽ എല്ലാത്തിൽ കൂടെയും നാം കടന്നു പോകണം. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഏതിൽ കൂടെ കടന്നു പോയാലും, ഏതവസ്ഥയിൽ കൂടെ കടന്നു പോയാലും എന്റെ കർത്താവ് എന്നെ വിടുവിക്കുവാനും രക്ഷിക്കുവാനും എത്തേണ്ടിടത്ത് എത്തിക്കുവാനും മതിയായവനാണ്, വിശ്വസ്തനാണ്. അതിനുവേണ്ടി എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം
വലിയവനാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ള ഒരു ദൈവ പൈതലിന്റെ മുഖം വാടുകയില്ല, സങ്കടപ്പെടുകയില്ല, പിറുപിറുക്കുകയില്ല, നിരാശപ്പെടുകയില്ല, വിഷമിക്കുകയില്ല, പതറുകയില്ല, പ്രത്യാശ നഷ്ടപ്പെടുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങൾ, മാതാപിതാക്കൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇന്നത്തെ വാഗ്ദത്ത വചനവുമായി ബന്ധപ്പെട്ട് എന്റെ ക്രിസ്തീയ ജീവിതത്തിന് വല്ല ബന്ധവുമുണ്ടോ? ഞാൻ എന്റേതായ ഒരു പ്രതീക്ഷയുടെ ലോകം, സ്വപ്ന ലോകം കെട്ടിപ്പടുക്കിയിട്ട് അതിന് ദൈവത്തെ കൂട്ടുപിടിച്ച്, വേദപുസ്തകത്തെ കൂട്ടുപിടിച്ച് ഇങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. ആ പ്രതീക്ഷയ്ക്കും സ്വപ്നത്തിനും എവിടെയെങ്കിലും പോറലേറ്റാൽ എന്റെ വിധം വിടും, എന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞതല്ലേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്? ഇതിന് വേദപുസ്തകത്തിൽ ഒരു സ്ഥാനമില്ല, ദൈവത്തിന്റെ മുമ്പിൽ ഒട്ടും സ്ഥാനമില്ല. അങ്ങനെയെങ്കിൽ മാറേണ്ടത് ആരാ? പാരമ്പര്യം പറയുന്ന ദൈവ പൈതലേ, നമ്മൾ മാറേണ്ട കാലം പണ്ടേ കഴിഞ്ഞുപോയി. വചനപ്രകാരം ഉറയ്ക്കുവാനും വിശ്വസിക്കുവാനും ജീവിക്കുവാനും തയ്യാറാകണം. അതുകൊണ്ട് ഇന്ന് എബ്രായ ലേഖന കർത്താവ് വളരെ ശക്തമായി നമ്മളോട് പറയുന്നു, പിന്നെയും പിന്നെയും പഴയ കാര്യങ്ങളിലോട്ട് പോകാതെ വിശ്വാസത്തിന്റെ പരിജ്ഞാന പൂർത്തി പ്രാപിച്ച് കർത്താവിൽ വളർന്ന് പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ച് അതിൽ നാം മുന്നേറണം. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രത്യാശയുടെ പൂർണ്ണത എന്ന് പറയുന്നത് നിത്യതയിൽ എത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നാം എന്ത് കരുതിയിട്ടുണ്ട്? അതിനുവേണ്ടി നാം എന്ത് നേടുന്നുണ്ട്? അല്ലേ? ഓർത്തു നോക്കുക. നാം വസ്തുവകകൾ സമ്പാദിക്കുന്നു, പ്രോപ്പർട്ടികൾ ഒരുക്കി വെക്കുന്നു, ബാങ്ക് ബാലൻസ് ക്രമീകരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. ഒരു രോഗം വന്നാൽ ചികിത്സിക്കണം, ഇൻഷുറൻസ് ഉൾപ്പെടെ സകലവും കരുതി വെക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മക്കളുടെ മക്കൾക്ക് വേണ്ടി ഇതൊക്കെ ഒപ്പിച്ചു വെക്കുന്നു. നിത്യതയെക്കുറിച്ച് എത്ര പേർക്ക് ചിന്തയുണ്ട്? 70 വർഷം, 80 വർഷം, അല്ലെ 100 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനെ കുറിച്ച് വളരെ കൺസേൺ ആണ്. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യും. പക്ഷേ യുഗായുഗങ്ങൾ ജീവിക്കുന്നതിനെ കുറിച്ച് എത്ര പേർക്ക് ചിന്തയുണ്ട്? ഇന്ന് നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഒരു നഖത്തിന്, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു ചെറിയ പ്രയാസം വന്നാൽ വേദപുസ്തകം പറയുന്ന പോലെ നമ്മുടെ മുഴുവനും ശരീരത്തെ അത് ബാധിക്കും. നമ്മളെ മാത്രമല്ല, വീട്ടിലുള്ളവരെയും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന സകലരെയും അത് ബാധിക്കും. പക്ഷേ യുഗായുഗങ്ങൾ നിത്യതയിൽ വസിക്കുന്നതിനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരു പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകുക. ഈ നാളുകളിൽ നാം നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മുൻപോട്ടുള്ള ജീവിതത്തിലേക്കുള്ള ഒരു വലിയ കാൽവെപ്പിന് തയ്യാറാകണം. ഈ വർഷം പിന്നിടുവാൻ, അഥവാ 2024 കഴിയുവാൻ എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രം നിൽക്കുമ്പോൾ നമ്മുടെ നിത്യത ആരോടുകൂടെ എവിടെയായിരിക്കും? അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. നമ്മുടെ വാർദ്ധക്യ മാതാപിതാക്കളൊക്കെ പറയും, എന്റെ അവസാനം ഞാൻ കഷ്ടപ്പെട്ട് പണിത എന്റെ വീട്ടിലായിരിക്കണം, എന്റെ കട്ടിലായിരിക്കണം, എന്റെ മക്കൾ എന്റെ അടുത്തുണ്ടായാൽ നന്ന്, പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ പോകണം. ഇതൊക്കെ പറയും. പക്ഷെ എങ്ങോട്ട് പോകണം, ആരുടെ അടുത്ത് എത്തണം, ഇതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? വീടിനെക്കുറിച്ചും കട്ടിലിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചും പാടുന്ന പാട്ടിനെക്കുറിച്ചും ഒക്കെ ധാരണയുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് എങ്ങോട്ടാ പോകുന്നേ? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കണം.
പ്രത്യാശയുടെ പൂർണ്ണതയിൽ ഞാൻ നിങ്ങളും എത്തണം. ആ പൂർണ്ണത നിത്യതയിൽ കർത്താവിനോടുകൂടെ വസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതങ്ങളെ സ്വയം ശോധന ചെയ്ത് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വാഗ്ദത്ത വചനവുമായി ചേർത്ത് പരിശുദ്ധാത്മാവ് ഒരു കാര്യം കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി ഇന്നത്തെ വാഗ്ദത്ത വചന ജീവജലം അവസാനിക്കുകയാണ്. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് വ്യക്തമായ തിരിച്ചറിവും ബോധവും ആഗ്രഹവും സ്വപ്നവുമുള്ള ഒരാളിന് ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ല, ഒരു വിഷയമല്ല. കാരണം നമ്മുടെ ഉള്ളിലെ പ്രത്യാശ ഇന്നിന്റെ പ്രശ്നങ്ങളെ മുക്കിക്കളയുന്നതും വീങ്ങിക്കളയുന്നതുമാണ്. നിർഭാഗ്യവശാൽ ഇന്ന് സംഭവിക്കുന്നത് നമ്മുടെ ഇന്നിന്റെ പ്രശ്നങ്ങൾ നാളെയുടെ പ്രത്യാശയെ മുക്കിക്കളയുകയാണ്. ഇതിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഏത് കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് സ്വയം ചിന്തിക്കുക. എന്നിട്ട് ഇന്നിന്റെ പ്രശ്നങ്ങളെക്കാൾ നാളെയുടെ പ്രത്യാശ എന്നെ ജീവിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. കർത്താവിനോട് ഒരു പടിയും കൂടെ അടുക്കുവാൻ എന്നെ ഒരുക്കുന്നു എന്നുള്ള സമർപ്പണത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ദിനം ജീവജലത്തിന്റെ കേൾവിക്കാരായ ദൈവജനമേ, നിങ്ങൾക്ക് സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമാക്കി തീർക്കട്ടെ. നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ശുശ്രൂഷകൾ, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ തലമുറകൾ സകലരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. മാത്രമല്ല, നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഈ പ്രത്യാശയുടെ പൂർത്തീകരണം പ്രാപിക്കുന്നവരായി തീരട്ടെ. ഈ ലോകത്തിലെ ഉന്നത വിദ്യാഭ്യാസമോ വലിയ കമ്പനിയിലെ ജോലിയോ വലിയ ശമ്പളങ്ങളോ സ്ഥാനമാനങ്ങളോ പ്രിയമുള്ളവരെ, അത് നമ്മുടെ കുഴിക്കാണം വരെ മാത്രമേ കാണുകയുള്ളൂ. വീട്ടിലുള്ളവർ ചുരുങ്ങിയ ചില ദിവസം കൂടെ ഓർക്കും. അത് കഴിഞ്ഞാൽ ഇന്ന് വീട്ടുകാരും മറന്നു പോകും. ആ നിലയിൽ മറ്റൊത്തിരി കാര്യങ്ങൾ ഓർക്കാനുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരവരുടെ നിത്യതയുടെ കാര്യം ഉറപ്പാക്കിയാൽ അവരവർക്ക് കൊള്ളാം. ആകയാൽ ആ നിലകളിൽ ജീവിതത്തെ ക്രമീകരിച്ച് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും നമ്മുടെ ഇന്നിന്റെ ജീവിതങ്ങൾ വരുംകാല നിത്യതയുടെ ജീവിതങ്ങളാക്കി പരിണമിക്കുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. തലകളെ വണക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഓരോ ദിനവും ഞങ്ങളെ കേൾപ്പിക്കുന്ന ദൈവവചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ കേട്ട് സ്തോത്രം പറഞ്ഞ് ആമീൻ പറഞ്ഞ് ഓരോ ദിവസം കളയുന്നതല്ലാതെ ഞങ്ങളുടെ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയുടെ പൂർത്തീകരണം എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് എന്ന് ചിന്തിക്കുവാൻ, അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അപ്പ ഞങ്ങളെ ഒരുക്കണമേ. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ധന്യമായ വചനങ്ങൾക്കായി സ്തോത്രം. അപ്പ ഞങ്ങളുടെ ഇന്നിന്റെ പ്രശ്നങ്ങൾ നാളെയുടെ സ്വർഗീയ തീരത്തെ മുക്കിക്കളയുന്ന അവസ്ഥയിലേക്ക് പോകുന്നുവെങ്കിൽ ആ കുറവ് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രകാശിതരായി നിനക്ക് വേണ്ടി ശോഭിക്കുന്നവരായി തീരുവാൻ ഇടയാകണമേ. അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാനും അനേകരെ അങ്ങയ്ക്ക് വേണ്ടി നേടുവാനും യുഗായുഗങ്ങൾ അങ്ങയോടൊത്തു വസിപ്പാനും ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണം. നീ ദൈവവചനം കേട്ട എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. അവരുടെ ഭാരങ്ങൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ, അനുദിന ജീവിതത്തിന്റെ അവസ്ഥകൾ അവിടുന്ന് അറിയുന്നതിനായി സ്തോത്രം. തക്കതായ നീക്കുപോക്ക് നൽകുകയും അതിനെയൊക്കെ അതിജീവിക്കുന്ന ദൈവശക്തിയാൽ അവരെ പൊതിയുകയും ദൈവകൃപയോടെ നടത്തുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇത് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ പിന്നെയും ഇട്ട അടിസ്ഥാനങ്ങൾ കുത്തിയിളക്കി മുൻപോട്ട് വളരുന്ന വളർച്ചയെ തളർത്തിക്കളയാതെ
ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കുകയും നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണം എന്താണ്, എവിടെയാണെന്ന് വ്യക്തമായി തിരിച്ചറിയുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും അനേകരെ ഒരുക്കുകയും ചെയ്യുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കട്ടെ. ഇന്നിന്റെ പ്രശ്നങ്ങളിൽ നാം കലങ്ങി കുഴങ്ങി വീഴുന്നവരായിട്ടല്ല, പ്രാർത്ഥനയോടെ അതിനെ അതിജീവിച്ച് ഒരു വലിയ സ്വർഗീയ സന്തോഷം പ്രാപിക്കുവാൻ ഇന്നിന്റെ ദുഃഖങ്ങൾ ദുഃഖങ്ങളായി കൂട്ടാതെ അതിനെ പ്രാർത്ഥനയോടെ സന്തോഷമാക്കി ദൈവകൃപയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ജീവജലം ശ്രവിക്കുന്ന ഏവരെയും സർവശക്തനായ ദൈവം തന്റെ സ്വർഗീയ പർദീസയിൽ നിന്നും നന്മകളാൽ നിറച്ച് കൃപയാൽ നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.